നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും എന്ന 9ാമത്തെ ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാണ് നാം ഇവിടെ ഇന്ന് പ്രതിപാദ്യ വിഷയമാക്കുന്നത്. ആദ്യം ശ്ലോകം ശ്രദ്ധിക്കുക. ലഭസ്വ ഭുവനത്രയീരജനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരുതപശ്ച ഭൂയോ വിധേ ഭവത്വഖിലസാധനീം ഐച ഭക്തിരത്യുത്കടാ ഇത്യുദീര്യഗിരമാദധാഹ മുദിതചേതസംവേധസം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ലഭസ്വ ഭുവനത്രയീ രചനദക്ഷതാം അക്ഷതാം ഗൃഹാണ മദനുഗ്രഹം കുരുഹു തപഃ ച ഭൂയോ വിധേ ഭവതു അഖിലസാധനീം ഐ ച ഭക്തിരത്യുത്കടാ ഇതി ഉദീര്യ ഗിരം ആദധാഹ മുദിതചേതസം വേധസം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ വിധേ അക്ഷതാം ഭുവനത്രയീ രചനദക്ഷതാം ലഭസ്വ മദനുഗ്രഹം ഗൃഹാണ തപഃ ച ഭൂയഃ കുരു അഖിലസാധനീ മയി ഭക്തിഃ ച അത്യുത്കടാ ഭവതു ഇതി ഗിരം ഉദീര്യ വേധസം മുദിതചേതസം ആദധാഹ. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് അപാകതകളില്ലാത്ത ത്രിഭുവന നിർമ്മിതിക്കുള്ള കരുത്താർജിക്കുക. എൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് വീണ്ടും തപസ്സിനെ അനുഷ്ഠിക്കുക. എല്ലാം നിറവേറ്റുന്നതും അത്യുത്കടവുമായ ഭക്തി അങ്ങേക്ക് എൻ്റെ നേർക്ക് അല്ലെങ്കിൽ എന്നിൽ ഉണ്ടാകട്ടെ. ഈ വാക്കുകളൊക്കെ അരുളി ചെയ്ത് അങ്ങ് ബ്രഹ്മാവിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു എന്ന് സാരം. നമസ്തേ.